ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം വിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് പല ദേശീയ മാധ്യമങ്ങളും ഇതിനോടകം തന്നെ സംശയങ്ങൾ പലതും ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അമേരിക്കയും അതിന് തയ്യാറല്ല. എന്നാൽ ഇറാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ വിട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും നെതന്യാഹുവിൻ്റെ മരണം ഉറപ്പുവരുത്താൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി അയാൾ ഒരു നിമിഷം പോലും ഇറാനെതിരെയോ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെയോ ചലിക്കാത്തവണ്ണം ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ യുദ്ധം ഇസ്രായേൽ കീഴടങ്ങി ഇസ്രായേലിൻ്റെ സർവ്വനാശത്തിലൂടെ മാത്രമേ ഇറാൻ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമിക്ക് തന്നെ വിപത്താണ്. അതുതന്നെയാണ് വളരെ വ്യക്തമായി ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ആ രാജ്യം ഉടലെടുത്തതിൻ്റെ ചരിത്രം തന്നെ നോക്കിയാൽ ചതിയുടെ ഘട്ടമാണ്. ഇസ്രായേലിലെ ചതിയന്മാർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അമേരിക്ക എത്രയൊക്കെ വിരളി പിടിച്ചിട്ടും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടുമെന്ന് പറയാനും കഴിയാത്ത ഒരു അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റഡാർ സിസ്റ്റം, അവരുടെ നിലവിലുള്ള മിലിറ്ററി ഫോഴ്സിനെല്ലാം വലിയ തിരിച്ചടിയാണ്. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയില്ലാതെ ഇസ്രായേലിന് ഒരു നിമിഷം പോലും ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിലുള്ള തന്ത്രങ്ങളല്ല ഇറാൻ ഇവിടെ അവലംബിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞിരിക്കുകയാണ്. നിരവധിയായ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്രോതത്ത് തകർക്കാൻ പോലും ഇറാൻ മടിക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് അവർ ഇറാനോടൊപ്പം സഖ്യം ചേർന്നില്ലെങ്കിലും ഇറാനെതിരെ തിരിയരുത് എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം നഷ്ടമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവരുടെ തലവനായ ബെഞ്ചമിൻ നെതന്യാഹു ആ രാജ്യത്ത് നിന്ന് സ്ഥലം വിട്ടുകൊണ്ട് സുരക്ഷിത താവളം കണ്ടുപിടിക്കുകയാണ്. അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ട്രംപ് നിർദ്ദേശിക്കുന്നിടത്തോ അമേരിക്കയുടെ സൈന്യത്തിൻ്റെ കൂടി സുരക്ഷയോടുകൂടി ഇത്തരത്തിലൊരു നീക്കം അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ പരമോന്നതാധികാരിയായിട്ടുള്ള മൊജ്തബ ഖമനേയി പറഞ്ഞിരിക്കുന്നത് എവിടെ ഒളിച്ചാലും തിരഞ്ഞു പിടിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ പ്രോക്സി ഗ്രൂപ്പിന് ഇറാൻ കൊടുത്തിരിക്കുകയാണ്. പ്രോക്സി ഗ്രൂപ്പുകൾ തക്കം പറഞ്ഞിരിക്കുകയാണ് ഈ നേതാവിൻ്റെ മരണത്തിനായി. ഖമനേയിയെ കൊലപ്പെടുത്തിയതിന് പകരത്തിന് പകരം എന്ന രീതിയിൽ തന്നെയാണ് നെതന്യാഹുവിൻ്റെ ജീവന് വേണ്ടി മൊജ്തബ ഇറങ്ങിയിരിക്കുന്നത്.